തീവ്ര വലതുപക്ഷ മന്ത്രിയുടെ ഗാസയിലെ പട്ടിണി പ്രസ്താവനകളെ ഇസ്രായേൽ സഖ്യകക്ഷികൾ അപലപിച്ചു. ഗാസയിൽ 2 മില്യൺ സിവിലിയന്മാരെ പട്ടിണി മൂലം മരിക്കാൻ അനുവദിക്കുന്നത് ന്യായവും ധാർമ്മികവുമാണെന്ന് ധനമന്ത്രി ബെസാലെൽ സ്മോട്രിച്ച് പറഞ്ഞു. കൂട്ടിച്ചേർത്തു. 1990 കളിൽ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് ഇടനിലക്കാരനായ നോർവേ, മെയ് മാസത്തിൽ സ്പെയിനിനും അയർലൻഡിനുമൊപ്പം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു. ഇസ്രായേൽ വിരുദ്ധ പെരുമാറ്റത്തിന് ഒരു വിലയുണ്ട്, ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഒക്ടോബർ 7 ഫലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഗാസയിലേക്കുള്ള സഹായത്തിന്റെ മുരടിച്ച പൈപ്പ് ലൈൻ വർദ്ധിപ്പിക്കാൻ നെതന്യാഹുവിനെ ബോധ്യപ്പെടുത്താൻ US ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾ പാടുപെടുന്നതിനിടയിലാണ് സ്മോട്രിച്ചിന്റെ അഭിപ്രായങ്ങൾ വന്നത്. മെയ് മാസത്തിൽ ഈജിപ്തുമായുള്ള റഫ അതിർത്തി കടന്ന് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതോടെ ആ പൈപ്പ് ലൈൻ കൂടുതൽ ആഴത്തിൽ സങ്കോചിക്കപ്പെട്ടു. ഈജിപ്ത് പിന്നീട് ക്രോസിംഗിന്റെ വശം അടച്ചതിനുശേഷം സഹായ വിതരണത്തിലെ കുറവ് ലക്ഷക്കണക്കിന് ഗസാൻ സിവിലിയന്മാരെ ക്ഷാമത്തിന്റെ വക്കിലേക്ക് തള്ളിവിട്ടു. അതേസമയം അത് വീണ്ടും തുറക്കുന്നതിനുള്ള ചർച്ചകൾ ഫലം കണ്ടില്ല. ജൂണിൽ UN ഉപദേശക സമിതിയായ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി പേസ് ക്ലാസിഫിക്കേഷൻ ഗാസയിലെ ജനസംഖ്യയുടെ 96% ഉയർന്ന അളവിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിക്കുന്നു. അതേസമയം 4,95,000-ത്തിലധികം ആളുകൾ വിനാശകരമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിച്ചു. പട്ടിണി നേരിടാനുള്ള ശേഷിയുടെ അഭാവം. നെതന്യാഹുവിന്റെ ഭരണസഖ്യം സ്മോട്രിച്ചിന്റെയും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വിറിന്റെയും പിന്തുണയെ ആശ്രയിച്ചിരിക്കുന്നു. ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടയാൻ വലതുപക്ഷ പ്രകടനക്കാരെ അനുവദിച്ചുവെന്ന് മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ ആരോപിക്കുന്ന തീവ്ര വലതുപക്ഷ വ്യക്തിയും ഫലസ്തീനിയൻ പ്രീ ട്രയൽ തടവുകാരുടെ വ്യവസ്ഥകൾ വഷളാക്കാൻ അനുവദിക്കുമ്പോൾ ഗാസയിൽ ബന്ദികളാക്കിയ ബാക്കിയുള്ളവരെ മോചിപ്പിക്കാനുള്ള ഹമാസിന്റെ ആവശ്യങ്ങൾ മയപ്പെടുത്താൻ ഇസ്രായേലി സൈന്യം ഭക്ഷണവും മരുന്നും വിലപേശൽ ചിപ്പായി ഉപയോഗിക്കണമെന്ന് സ്മോട്രിച്ചും ബെൻഗ്വിറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര, ഇസ്രായേൽ നിയമങ്ങൾ ലംഘിക്കുന്ന നടപടിയാണ്. ഒക്ടോബർ 7 പിടികൂടിയ 100-ലധികം ബന്ദികളെ നവംബറിലെ താൽക്കാലിക വെടിനിർത്തൽ സമയത്ത് വിട്ടയച്ചു. എന്നാൽ ഏകദേശം 115 പേർ ഗാസയിൽ ബന്ദികളായി തുടരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവരിൽ 1/3 ആളുകളെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി ബന്ദികൾ അടിമത്തത്തിൽ മരിച്ചിട്ടുണ്ട്. ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു ബന്ദി കൈമാറ്റ കരാർ അംഗീകരിച്ചാൽ നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തെ താഴെയിറക്കുമെന്ന് സ്മോട്രിച്ചും ബെൻഗ്വിറും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ മനഃപൂർവ്വം ചെയ്തതാണെന്ന UNന്റെയും മറ്റ് അന്താരാഷ്ട്ര സഹായ ഏജൻസികളുടെയും മാസങ്ങൾക്കുള്ള മുന്നറിയിപ്പിന് ശേഷം സിവിലിയന്മാരെ പട്ടിണി കിടക്കുന്നത് യുദ്ധത്തിന്റെ ഒരു മാർഗമായി ഉപയോഗിച്ചതിന് മെയ് 20 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ പ്രോസിക്യൂട്ടർമാർ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രി യോവ ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് അഭ്യർത്ഥിച്ചു. ഗാസയിലേക്കുള്ള സഹായത്തിന്റെ പ്രവേശനം മന്ദഗതിയിലാക്കുന്നു. അതേസമയം ട്രക്കുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുന്നത് അസാധ്യമാക്കുന്ന തരത്തിൽ തകർന്ന റോഡുകളാൽ എൻക്ലേവ് കൂടുതൽ നിയമവിരുദ്ധമായിത്തീർന്നതിനാൽ ഇസ്രായേലി ചെക്ക് പോസ്റ്റുകളിലൂടെ ഗാസ